ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജറബറപ്പൂക്കളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് മേടിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് കേട്ടോ, ഇതെങ്ങനെയാണ് ജറബറയുടെ കെയറിങ്, ഇതെങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, അപ്പോൾ പൂവിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ചെടി മേടിക്കാറ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സമയമില്ലെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ 2-3 പേര് നമ്മളോട് ചോദിച്ചു ഒരു വീഡിയോ ചെയ്തൂടെ. അപ്പോൾ ഇതിൻ്റെ പഴയൊരു വീഡിയോ നമ്മുടെ വീഡിയോയുടെയൊക്കെ ഏറ്റവും തുടക്കത്തിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചോദിക്കുമ്പോൾ ഒന്നുകൂടി ചെയ്യാമെന്ന് തോന്നിയിട്ടാണേ. അപ്പോൾ ഇത് നമ്മുടെ ജറബറ വരുന്നത് കിഴങ്ങാണ് കേട്ടോ. കിഴങ്ങായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഈ ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇങ്ങനെ മണ്ണ് ഡ്രൈ ആയി വരുന്നത് നോക്കിയിട്ട് വേണം കേട്ടോ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ ഓൺലൈനൊക്കെ ആയിട്ട് ചെടി മേടിക്കുമ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന നമ്മുടെ ഗാർഡൻ സോയിലിൽ മാത്രം വെച്ച് പിടിപ്പിക്കാം. പിന്നെ ഇത് കണ്ടോ, ഇതുപോലെ അതിൻ്റെ കിഴങ്ങിൽ നിന്നും ഒരുപാട് തൈകൾ ഇങ്ങനെ ഇള പൊട്ടി വരും. ചില സമയത്ത് അതിൽ നിന്നും മൊട്ടുകളും വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ വീട്ടിൽ വിരിഞ്ഞ് നിൽക്കുന്ന നല്ലൊരു പിങ്ക് കളർ ജറബറ പൂവാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബ്ലാക്ക് കളറാണ് കേട്ടോ വരുന്നത്. ഒരുപാട് ലെയറായിട്ടാണ് കേട്ടോ ഈ പൂവ് നിൽക്കുന്നത്. ഇത് നാടൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പൈക്കിന് അത്യാവശ്യം നല്ല രീതിയിൽ നീളം വരും കേട്ടോ. ഇത് നമ്മൾ കുറേ മുന്നേക്ക് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ സ്റ്റേജ് ഡെക്കറേഷനിലൊക്കെ ഇരുന്ന് കണ്ടിട്ടുള്ള പൂക്കളാണ്. ഇന്നിപ്പോൾ ഇത് നമ്മുടെ വീടുകളിലും വളർത്തിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ. ജറബറ നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഇങ്ങനെ മൊട്ടുകളും ഇലകളൊക്കെ വരുന്ന ആ ഒരു ഭാഗത്തേക്ക് യാതൊരു കാരണവശാലും മണ്ണ് ആവരുത് കേട്ടോ. അവിടെ മണ്ണ് വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി നശിച്ചു പോയി. ഇതിപ്പോൾ നമ്മളിവിടെ നട്ടു പിടിപ്പിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ചെടി വന്ന അതിൽ നിന്നും വന്ന ഒരു പൂവാണ് ഈ കാണുന്നത്. നമ്മൾ നട്ടു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു നോഡിൽ മണ്ണ് വീണ് കഴിഞ്ഞാൽ പിന്നെ ആ ചെടിയെ പറ്റി നമ്മൾ ചിന്തിക്കുകയേ വേണ്ട കേട്ടോ. അപ്പോൾ എപ്പോഴും അത് ഒരിത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം മണ്ണിടാനായിട്ട്. ഇത് എനിക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ജറബറ. അപ്പോൾ സ്റ്റോക്ക് വരുമ്പോൾ ഞാനും ഇങ്ങനെ കുറച്ച് ചെടികളെടുത്ത് എൻ്റെ വീട്ടിൽ മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും 5 കളറുകളാണ് കേട്ടോ നാടനിൽ വരുന്നത്. റെഡ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ്, പിങ്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു പിങ്കിനകത്താണ് നല്ല ഭംഗിയായിട്ട് പൂവ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എടുത്ത് നമ്മൾ വീഡിയോ ചെയ്തത്. ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ കാണിച്ചൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് വെള്ളയാണ്. അതിങ്ങനെ മൊട്ട് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ജറബറയുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വരും പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പോൾ ജറബറ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ 5 കളറുകളിലും ഇന്നു മുതൽ നമ്മുടെ കയ്യിൽ ജറബറ വീണ്ടും സ്റ്റോക്ക് വരികയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഈ ഒരു ചെടി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ യാതൊരു കാരണവശാലും അത് നശിച്ചു പോവില്ല കേട്ടോ. പിന്നെ നമ്മൾ നല്ല മഴക്കാലമൊക്കെ വരുമ്പോൾ ആ ചെടി ഒന്ന് സൈഡിലേക്കൊക്കെ കയറ്റി വെക്കുകയാണെങ്കിൽ, ഒരുപാട് വെള്ളം ചെടിയിലേക്ക് ആവാത്ത രീതിയിൽ ഇങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും അടുത്ത സീസൺ വരുമ്പോൾ ഇതിൽ നിന്നും പൂക്കൾ വരും. അതുകൂടാതെ പൂക്കളുടെ സീസൺ ആകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് തൈകളും ഈ ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ. ഈ ജറബറ ഇങ്ങനെ ചട്ടിയിൽ വെക്കുന്നതിലും ഏറ്റവും നല്ലത്, ഒരുപാട് മുറ്റമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ബോർഡർ പോലെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ചെടി ഒരുപാട് നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല രസമായിട്ട് നിന്ന് പൂ ഉണ്ടായി കാണാനായിട്ട് കഴിയും. കാര്യമായ അസുഖങ്ങളൊന്നും നമ്മുടെ ഈ ജറബറ ചെടിയിൽ കാണാറില്ല. നമ്മൾ വെള്ളം നന്നായി കുറഞ്ഞ് മണ്ണ് നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ക്ഷീണിക്കുകയും ഇങ്ങനെ മഞ്ഞ നിറത്തിലൊക്കെ വരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നോക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ചെടി നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജറബറ ചെടിയുടെ വിശേഷങ്ങൾ. ഇതിനകത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ നട്ട് പിടിപ്പിക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞ പോലെ മണ്ണിടുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ നോഡിലേക്ക് മണ്ണ് വീഴാതെ നോക്കണം. പിന്നെ നമുക്ക് മാസത്തിന് ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ രീതിയിൽ ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അത്രയും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുള്ളൂ. പിന്നെ ഓരോ സീസൺ വരുമ്പോഴേക്കും പുതിയ ഒരുപാട് പൂക്കൾ നമുക്ക് ഉണ്ടായി വരും കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.